കേരളത്തിന് കിട്ടേണ്ടുന്ന കൃത്യമായ പൈസ മുഴുവൻ കേന്ദ്രം നമുക്ക് തന്നാൽ ആളോഹരി കിട്ടേണ്ടുന്ന വരുമാനം കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് 2000 അല്ല, 2500 ആക്കും. 2500 നമ്മൾ പ്രകടനപത്രിക പറഞ്ഞത്. അതിന് കുറച്ചും കൂടി മാസം ഉണ്ടല്ലോ. അതുമാത്രമല്ല, അതിന് മുമ്പ് പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് എത്രയും കൊടുക്കുന്ന പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത്രയൊന്നും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപ വീട്ടിൽ തന്ന 1500 ഉള്ളൂ. 1600 രൂപ എന്നത് എത്രയാക്കുമെന്നാണ് പറഞ്ഞ്? എത്ര? 1000 ആക്കുമെന്നാണ് പറഞ്ഞ്. എന്നിട്ട് എത്രയാക്കി? 1600 ആക്കി. വൈകിപ്പോയോ? വൈകിട്ടില്ലല്ലോ. 1000 പറഞ്ഞിട്ട് 1600 രൂപ ആക്കിയല്ലോ, വൈകിട്ടില്ലല്ലോ. ഇപ്പോഴും ഞങ്ങൾ 2500 രൂപ പറഞ്ഞത്. ആ 2500 രൂപ ആക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോധം കൊണ്ടാണ്. ആ ഉപരോധം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2500 അല്ല, എത്രയാക്കും? 3000 ആക്കും. ഇപ്പോഴും ഞാൻ ആ ഉറപ്പായ ഗ്യാരണ്ടി നിൽക്കുകയാണ്. ഈ പണം കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 87% അധിക വരുമാനം നേടിയിട്ടാണ് ഈ ട്രഷറിയിൽ നിന്നും പൂട്ടാണ്ട് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ കേരളം. ഇല്ലെങ്കിൽ പണ്ടേ പൂട്ടിപ്പോയിട്ടുണ്ടാവും. ശാക്തിയായ മണി മാനേജ്മെൻറ്റ് സംവിധാനമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നിലപാടിനെതിരായിട്ടുള്ള സമരത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും അണിനിരത്തേണ്ടുന്ന ഉത്തരവാദിത്വമാണ് കേരളത്തിലെ ഓരോരുത്തർക്കും വരുന്നത്. അതുകൊണ്ട് പെൻഷൻ്റെ ഈ കാര്യം, പെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കൈക്കൂലിയാണെന്നും അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നേതൃത്വപരമായ പങ്ക് കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളമാണ് അംഗീകരിക്കാൻ പോകുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ കൃത്യമായിട്ട് അത് ഉരക്കല്ല് പോലെ പരിശോധിച്ച് വ്യക്തമാക്കും. എല്ലാം ചർച്ചയാവും, അതിന് സംശയം എന്താ ഉള്ളത്? കേരളം ചർച്ച ചെയ്യാതെ ഒരു കാര്യമില്ല. സകലതും സർവമാനമായ എല്ലാ കാര്യവും കേരളം ചർച്ച ചെയ്യും. അതിലെന്താ ഞങ്ങൾക്ക് കുഴപ്പം? PSC സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരോ? PSCയിലാണ്. പിന്നെ ആരാ? എത്ര കാലമായി PSC ആയിട്ട്? പഴക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ വർഷമില്ലാതാ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഞങ്ങൾക്കിതിലൊന്നും മറച്ചു വെക്കാനില്ല. ഇവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഉന്നതാധികാര കമ്മിറ്റി അല്ലെങ്കിൽ ഉന്നതാധികാര ടീം, അല്ലേ, സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടീം അങ്ങനെയാണല്ലോ SIT വന്നത്. ആ SIT പരിശോധിച്ച് ആരൊക്കെയാണോ കുറ്റക്കാർ, ആ കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആരെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെൻറ്റോ പാർട്ടിയോ എടുക്കുന്നതല്ല എന്ന് ആ സംഭവം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞാണ് ഈ തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അത് ആവർത്തിക്കുക തന്നെയാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആരും എന്നുള്ള പ്രശ്നമില്ല. ആരായാലും ഞങ്ങൾക്കെന്ത് ബാധിക്കും? നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നോമിനേറ്റ് ചെയ്തുകൊണ്ടൊന്നും പറയാനും പറ്റില്ല. ആയിക്കോട്ടെ, ആരായാലും പ്രശ്നമില്ലാന്ന് പറഞ്ഞില്ലേ? നിങ്ങളെന്തിനാ ഞങ്ങൾക്ക് ആരും താങ്ങേണ്ട ആരും നമുക്കെന്താ ഉള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് അന്നും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുണ്ടായതാണ് ആ പത്രസമ്മേളനത്തിൽ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു തരി സ്വർണം അയ്യപ്പൻ്റെത് ഒരാളും കക്കാനോ മാറ്റാനോ പാടില്ല. അത് കൃത്യമായിട്ട് ലഭിക്കത്തക്ക രീതിയിൽ ആവശ്യമായ അന്വേഷണം നടത്തി ആരാണ് എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. ആരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലകൊള്ളുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അത് തന്നെയാണ്. അത് ഞാൻ ഉറപ്പിച്ച് അന്നേ പറഞ്ഞതാണ്. അതിൽ പിന്നെ വേറെ വിശദീകരണത്തിലേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. ആരായാലും പ്രശ്നമില്ല. ആരെയും സംരക്ഷിക്കില്ല. ഒരാൾക്ക് വേണ്ടിയിട്ടും ഒരര വർത്താനം പറയില്ല. രാജിവെക്കണം. അത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാണ് കൊല്ലത്രയും. അത് എപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഒരു ദിവസം മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർച്ചെല്ലാം ഇങ്ങനെ നടത്തിയിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതുവരെ എത്ര മാർച്ചുകൾ നടത്തി? മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര മാർച്ച് നടത്തി? ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകും ഉടനെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നല്ലേ? ഇത് ആർക്കായി ഇപ്പോൾ ഗൗരവമുള്ളത്? നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടാവും ചില ആൾക്ക്. ഞങ്ങൾക്കാരും ഒരു ഗൗരവമില്ല, ജനങ്ങൾക്കുമില്ല. ഒരു സുവർണാവസരമല്ല ഇത്. BJPയുടെ ചരിത്രത്തിൽ ഏറ്റവും പിന്നോക്ക് പോകുന്ന ഒരു കാലമായിരിക്കും ഇത്. ഇപ്പോൾ UDF നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത് ജനങ്ങളല്ല. ആരാ?
ഞാൻ പറയുന്നില്ല ആരാന്ന്. ഇന്നത്തെ പത്രത്തിലുണ്ട്, കെ സി വേണുഗോപാലിനും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത് ഇന്നയാളാണെന്ന്. ആരാ? EMS ആര് സംരക്ഷിക്കുന്നതാണ് UDF കൺവീനർ പറഞ്ഞത്, കെ സി വേണുഗോപാലൻ പറഞ്ഞത്. ഇന്നത്തെ നിങ്ങൾ തന്നെ പത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖരന് അത് മൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളെ കൊണ്ടുവരാനാ ഉദ്ദേശം. അത് മനസ്സിലായില്ലേ? ഹൈക്കോടതിയുടെ കീഴിലുള്ള SITയെ തള്ളി പറയുന്നതിൻ്റെ കാരണം അവർക്ക് സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കൊണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. അതാ കാര്യം. ഇവരിലെല്ലാം എല്ലാവരുമായിട്ടും ബന്ധമുള്ളവരല്ലേ ഈ കള്ളന്മാരായിട്ടുള്ള ഇപ്പോൾ പുറത്തു വന്ന ഓരോരുത്തരും ഉദ്യോഗസ്ഥന്മാരെല്ലാം. ആരെപ്പറ്റി ഞങ്ങളെ അഭിപ്രായം കൃത്യമായിട്ട് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലോ ഓരോരാളും. ഈ സംഘടനയായിരുന്നു, ഈ സംഘടനാ നേതാവായിരുന്നു. അത് നിങ്ങളാരും പറയുന്നില്ല മാത്രമല്ലോ. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ പറയാതിരിക്കുന്നത്. ഇല്ലെങ്കിൽ പറയല്ലോ. അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരെ പറ്റി നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ ആരാണെന്നൊന്നും. അവരെ സ്റ്റേറ്റ്മെൻറ്റ് വല്ല പറയാനല്ലേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ. ഞങ്ങൾക്കതിൽ യാതൊരു കുഴപ്പമില്ല. ആരാണെന്നല്ല പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാം. തദ്ദേശം വെച്ചിട്ട് വെറുതെ ആവശ്യമില്ല ചർച്ച ചെയ്യണ്ട. പോരെ, ഇത്രയും പോരെ. തദ്ദേശ സ്വയംഭരണത്തെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്താ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തത്? അതെന്നെ ഇനിയും പറയുന്നു. അല്ല, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഈ കേരളത്തിലെ പ്രസിഡന്റ്, അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്ന ആളെപ്പറ്റി കർണാടകത്തിലെ ഏറ്റവും വലിയൊരു കേസും വമ്പിച്ചേരിയിലെ അഴിമതിയും അവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നമല്ലേ, പശ്ചാത്തലത്തിലല്ലേ ഉള്ളത്. ഇതുപോലെ ഏതെങ്കിലും പാർട്ടി നേതാവിനെതിരായിട്ട് വന്നിട്ടുണ്ട് ഇതുവരെ കേരളത്തിലെ ചരിത്രത്തിൽ? കേരളത്തിലെ പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും എല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ്. എന്നാൽ കോർപ്പറേറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വന്ന ഒറ്റ നേതാവേ ഉള്ളൂ കേരളത്തിൽ, അത് രാജീവ് ചന്ദ്രശേഖരനാണ്. അദ്ദേഹത്തെ പറ്റിയാണ് ഇപ്പോൾ 500 കോടി രൂപയുടെ അഴിമതി ആരോപണം കോടതി കിടക്കുന്നത്. മാത്രമല്ല അയാളെ സഹായിച്ചു എന്ന് പറയുന്ന മന്ത്രിയായ അന്നത്തെ BJP നേതാവ് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ മൂല്യത്തിൽ വമ്പിച്ച രീതിയിൽ ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. പണം കൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങളെ വാങ്ങാനാകുമെന്ന് രാജീവ് ചന്ദ്രശേഖരനെ പോലെ വേറെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ?